ചില വിജയങ്ങൾ ചിലർക്ക് ആഘോഷിക്കാൻ യോഗമുണ്ടാകില്ല. അങ്ങനെയൊരവസ്ഥയിലാണ് മുൻ DGPയായ ശ്രീമതി ശ്രീലേഖയും. ആദ്യമായി ഒരു ജനപ്രതിനിധിയായി മത്സരിച്ച് ജയിച്ചുവെങ്കിലും അതിൻ്റെ വിജയാഹ്ലാദം വേണ്ട രീതിയിൽ ആഘോഷിക്കാനും അനുഭവിക്കാനും അവർക്ക് കഴിയാതെ പോയി. രാജീവ് ചന്ദ്രശേഖറിൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയപ്പോൾ മേയർ എന്ന സ്വപ്നം അടപടലെ നഷ്ടപ്പെട്ട് കതകടച്ചിരിപ്പാണ് നമ്മുടെ ശ്രീലേഖ മാഡം. കേരളത്തിലെ ആദ്യ വനിതാ IPS ഓഫീസറായിരുന്ന ശ്രീലേഖയ്ക്ക് അവരുടെ സർവീസ് കാലഘട്ടത്തിൽ വളരെ നല്ല പേരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ചില ഓൺലൈൻ മാധ്യമങ്ങൾ അങ്ങനെയൊന്നുമല്ല പറയുന്നത് കേട്ടോ. അവർ ചില രാഷ്ട്രീയക്കാർക്ക് വേണ്ടി സർവീസിൽ പല വിട്ടുവീഴ്ചകളും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും കവിയൂർ അനഘ കേസിലൊക്കെ. അതെന്തായാലും നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ പുള്ളിക്കാരി എടുത്ത നിലപാട്. അവർക്ക് പൊതുവെ സാധാരണക്കാരായ ആൾക്കാരുടെ കാര്യത്തിൽ ഉള്ളതിനേക്കാൾ കുറച്ച് പ്രാധാന്യം ഉയർന്ന നിലവാരത്തിലുള്ളവരുടെ കാര്യത്തിലുണ്ട് എന്ന് വ്യക്തം. നടൻ ദിലീപിന് പ്രത്യേകം കിടക്കയും ആഹാരവും മുടി കറുപ്പിക്കാൻ ഡൈയും ഒക്കെ കൊടുത്ത് വല്ലാതെ സിമ്പതറ്റിക്കായ ആളാണ് ശ്രീമതി ശ്രീലേഖ മാഡം. നിയമത്തിൻ്റെ നീതിക്ക് മുൻപിൽ എല്ലാവരും അവർക്ക് സമന്മാരല്ല എന്ന് ചുരുക്കം. ഇതിനേക്കാൾ രസകരമായ ഒരു കാര്യം വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുണ്ട്. ഈ മാഡം സ്ഥിരമായി ഒരു വാരികയിൽ തൻ്റെ സർവീസ് ജീവിതത്തിലെ ഏടുകൾ എന്ന പേരിൽ ചില ഡയറിക്കുറിപ്പുകൾ പങ്കുവച്ചിരുന്നു. യഥാർത്ഥ സംഭവങ്ങളായിട്ടാണ് അത് ഈ മാഡം അവതരിപ്പിച്ചിരുന്നത്. നല്ല വായനക്കാരെയും കിട്ടിയിരുന്നു. അങ്ങനെ അതിലെ ഒരു കഥയിൽ ഒരു കൊലപാതകിയെ അറിഞ്ഞുകൊണ്ട് കേസിൽ നിന്നും ഒഴിവാക്കിയ കഥ പറഞ്ഞിരുന്നു. ആരോ ഒരാൾ ഇതിനെതിരെ പരാതിയുമായി പോയി. പരാതി കയറിയങ്ങ് കടുത്തപ്പോൾ ഇതൊക്കെ എൻ്റെ ഭാവനാ സൃഷ്ടികളായിരുന്നേ എന്ന് പറഞ്ഞ് തടിതപ്പി. വാരികയൊക്കെ വായിക്കുന്നത് വലിയ അറിവും ബോധവുമൊന്നും ഇല്ലാത്ത വീട്ടമ്മമാരാണെന്ന മാഡത്തിൻ്റെ ധാരണയ്ക്ക് കിട്ടിയ ഇരുട്ടടി കൂടിയായിരുന്നു അത്. ഇങ്ങനെയൊരാളായിരുന്നു നമ്മുടെ തിരുവനന്തപുരം മേയർ ആയി വന്നതെങ്കിൽ ഉയർന്ന നിലവാരക്കാരെല്ലാം ഹാപ്പി ആയേനെ. എന്തായാലും VV രാജേഷിനുള്ളത് തന്നെയാണ് ആ പദവി, സംശയമില്ല. വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുകയും പാർട്ടിക്ക് വേണ്ടി ധാരാളം സമരങ്ങൾ നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കോംപ്രമൈസിൻ്റെ ആണെങ്കിലും വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുകയല്ലേ. ശ്രീലേഖ മാഡത്തിനെ വെച്ച് നോക്കുമ്പോൾ VVക്ക് തന്നെയാണ് ആ സ്ഥാനം ചേരുക. VV രാജേഷ് മേയറാകുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല LDF കേന്ദ്രങ്ങളിലും വലിയ സന്തോഷമാണ്. എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്ന് വെച്ച് ശ്രീലേഖ മാഡം വിഷമിക്കുകയും കണ്ണീരൊഴുക്കുകയൊന്നും വേണ്ട കേട്ടോ. വരുന്നുണ്ട് നല്ല ക്യാബിനറ്റ് പദവി. റെഡിയായിരുന്നു കൊള്ളുക.